ഫണ്ടമെന്റൽസ് ആദ്യം സെറ്റാക്ക്, എന്നിട്ട് വൈപ്പ് കോഡ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ജോലി കിട്ടും. അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ആരും കോഡൊന്നും എഴുതാറില്ല, എല്ലാവരും പ്രൊഡക്റ്റ് ബിൽഡേഴ്സാണ്. എല്ലാ ഡെവലപ്പറും പ്രൊഡക്റ്റ് തിങ്കിങ് മതി. ഓക്കെ, ഡെവലപ്പേഴ്സ് എല്ലാം ഇനി പ്രൊഡക്റ്റ് മാനേജേഴ്സാണ്, അവരെ കീഴിൽ കുറേ ഡെവലപ്പേഴ്സിനെ വെച്ചേക്കുന്ന കണക്കാണ്. ഇങ്ങനത്തെ ഒരു നറേറ്റീവാണ് ഡെവലപ്പർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫുള്ളുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന പ്രോട്ടോടൈപ്പിൻ്റെ ആ ഒരു ടോക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം. കോഡിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലല്ല. ഇപ്പോൾ 99% കോഡ് എഐനെ കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ കോഡ് ചെയ്യാറില്ല, പിന്നെ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ കോഡിങ്. ആസ് ലോങ് ആസ് എഐ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, എഐ കൺസിസ്റ്റന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒബ്സൊലീറ്റ് ആവത്തില്ല. ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട സംഭവങ്ങൾ 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. 99% ഓഫ് ടാസ്ക്സും ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ഹയറിംഗ് എല്ലാം പോസ് ചെയ്തു, ഇനി ആരെയും ഹയർ ചെയ്യുന്നില്ല. കോഡ് എന്നുള്ളത് ഇനി അങ്ങോട്ട് ആർക്കാണെങ്കിലും ഉണ്ടാക്കാതെ ചീപ്പാണ്. ആർക്കും ചെയ്തൂടെ? ഇത്ര ലക്ഷങ്ങൾ എന്തിനാ അവർ തരുന്നത്? വേണ്ട. ഹയറിംഗ് ഇന്റർവ്യൂല് ഇഷാമാണ് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? വന്ന് ജോലി പോകുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലം വാങ്ങണം. ഇവരൊക്കെ ജോബ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർ ആക്ച്വലി ഒരു ടെക് കൾച്ചറിൽ ജോബ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ആ ടെക് ഫീൽഡുമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഈ പറയുന്നത് 99% കോഡിങ് ഞങ്ങളെല്ലാം എഴുതുന്നത് എഐ ആണ്. പിന്നെ പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഫണ്ടമെന്റൽ പഠിച്ചിട്ട് വൈപ്പ് കോഡ് ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതേപോലെ പ്രോട്ടോടൈപ്പ് ഇപ്പോൾ ഒരു പുതിയ പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്, സൊല്യൂഷൻ ബിൽഡർ എന്നും പറഞ്ഞു. അതായത് സൊല്യൂഷൻ ബിൽഡ് ചെയ്താൽ ജോലി കിട്ടും. സൊല്യൂഷൻ ബിൽഡേഴ്സിനെയാണ് ഇപ്പോൾ കമ്പനികൾ നോക്കുന്നത്. ഇങ്ങനത്തെ ഒരു നറേറ്റീവ് നിൽക്കുന്നുണ്ട്. ഇത് എൻ്റയർ ടെക് കൾച്ചറിലുണ്ട്, പ്രോട്ടോടൈപ്പ് മാത്രമല്ല. കുറച്ചും കൂടെ വെസ്റ്റേൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ പീറ്റർ സ്റ്റെയിൻബർഗ്, ഡാരിയോ മോദെ, അതേപോലെ സത്യ നദല്ല, സാം ആൾട്ട്മാൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ വൈപ്പ് കോഡിങ്ങിൻ്റെ ഈ ഒരു നറേറ്റീവിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഡാരിയോ മോദെ പിന്നെ വൈപ്പ് കോഡിങ്ങിനെയല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, എഐ വന്ന ജോബ് മൊത്തം പോകുമെന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു നറേറ്റീവിൽ ആൾക്കാർ, സാധാരണ ഒരാൾ ഡെവലപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിലോട്ട്, ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ കൾച്ചറിലോട്ട്, ഒരു പ്രോഗ്രാമർ കൾച്ചറിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക? ഓക്കെ, ഇതാണ് ഇനി സോഫ്റ്റ്വെയറിൻ്റെ ഫ്യൂച്ചർ. ഞാൻ ഇനി കോഡ് എഴുതേണ്ട കാര്യമില്ല, കോഡ് പഠിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഫണ്ടമെന്റൽസ് പഠിച്ചാൽ മതി എന്നും പറഞ്ഞ് കുറച്ച് ട്യൂട്ടോറിയൽസും കാര്യങ്ങളും കാണും, അല്ലെങ്കിൽ കുറച്ച് തിയറി പഠിക്കും. തിയറി പഠിച്ചിട്ട് എനിക്കിത് ബിൽഡ് ചെയ്യണം, എനിക്കൊരു ചാറ്റ് ആപ്പ് ബിൽഡ് ചെയ്യണം, അതിന് വെബ് ആർട്ടിക്സ് യൂസ് ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് കൊടുത്ത് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനത്തെ ഒരു ജനറേഷൻ ഡെവലപ്പേഴ്സ് ബിൽഡ് ആവപ്പെടുകയാണ്. ഇവിടെ ഒരു വലിയൊരു ലൂപ്പ് ഹോൾ നിൽക്കുന്നുണ്ട്. ഇത് AI ഹൈപ്പിൻ്റെ ഒരു നേച്ചറാണ്. ഇതിന് മുന്നേയും ഒരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട്, ക്രിപ്റ്റോ ഹൈപ്പിൽ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആൻഡ് ഒരുപാട് ഫൈനാൻസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഇനി ഡെവലപ്പേഴ്സിൻ്റെ ഊഴമാണ്. എല്ലാവരും പറയുന്നത് വൈപ്പ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് SaaS ആയിട്ട് ബിൽഡ് ചെയ്ത് ഒരുപാട് ക്യാഷൊക്കെ ഉണ്ടാക്കാമെന്നാണ്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം വൈപ്പ് കോഡിങ് വേണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് ആളുകൾ പറയും, ഓക്കെ ഞാനൊരു AI വിരോധിയാണ്, ഞാൻ AI പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ AI യൂസ് ചെയ്യുന്നില്ല, ഞാൻ ബിഹൈൻഡ് ആണെന്നൊക്കെ. അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണ് ഞാൻ 2000-ലൊക്കെയാണ് ജീവിക്കുന്നതെന്ന്, 1900-ലൊക്കെ ഞാൻ ജീവിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഒരു മാസം ഏകദേശം 5 to 6 വൈപ്പ് കോഡഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞാൻ AI എൻ്റെ കോഡിംഗ് വർക്ക് ഫ്ലോയിൽ നല്ല രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമായില്ലെങ്കിൽ നിങ്ങളുടെ ഗിറ്റബ് റീപ്പോയിൽ പോയി നോക്കിയാൽ അവിടെ കർബൻ എന്ന് പറഞ്ഞൊരു പ്ലഗിൻ ഞാൻ നിയോമിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു AI ഹാർനസ്സാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ AI ഡീപ്രൊമോട്ട് ചെയ്യുന്നു, AI യൂസ്ഫുൾ അല്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, വൈപ്പ് കോഡിങ് ഡെവലപ്പേഴ്സിന് ജോബ് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ വൈപ്പ് കോഡിങ് ഫ്യൂച്ചറാണ് എന്നൊക്കെ പറയുന്നതിനെയാണ് ഞാൻ ആക്ച്വലി റിജക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, നീ അല്ലേ നേരത്തെ പറഞ്ഞ 5-6 വൈപ്പ് കോഡഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ നീ ഒരു മാസം ഉണ്ടാക്കുന്നു, എന്നിട്ടാണ് നീ പറയുന്നത് വൈപ്പ് കോഡിങ് ഫ്യൂച്ചർ അല്ലാന്ന്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ബിൽഡ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ ഷിപ്പ് ചെയ്യാറില്ല. ഞാൻ ജനറൽ പബ്ലിക്കിൽ പോയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷനാണിത്, മഴയുണ്ടോ കുഴിയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ പറയാറില്ല. ഓക്കെ, എൻ്റെ ആപ്പ് നോക്കൂ, ഇതിനകത്ത് നിങ്ങൾക്ക് കയറിക്കഴിഞ്ഞാൽ ഷവർമയ്ക്കകത്ത് മയോണൈസ് കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്ന് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ കേരളത്തിലുള്ള എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് ഷവർമ കടകളെ റേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്നും ഞാൻ ഇറക്കാറില്ല. അങ്ങനത്തെ ആപ്ലിക്കേഷൻസും അല്ല ഞാൻ ബിൽഡ് ചെയ്യുന്നത്. എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഞാൻ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഷിപ്പ് ചെയ്യാത്തെന്നുള്ള കാര്യം. നമുക്കിപ്പോൾ എന്തായാലും ടോപ്പിക്കിൽ നിന്ന് വഴിമാറി പോകണ്ട. എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് നിങ്ങളുടെ ഭാവി, ഓക്കെ നിങ്ങൾ ഈ ഒരു നറേറ്റീവിലേക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഞാൻ ഡിസ്പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം എന്തുകൊണ്ട് വൈപ്പ് കോഡിങ് ഫ്യൂച്ചർ ജോബ് മാർക്കറ്റിൽ എക്സിസ്റ്റൻ്റ് അല്ല എന്നുള്ളത്. എന്നാൽ AI കോഡിങ് അല്ലെങ്കിൽ AI അസിസ്റ്റഡ് കോഡിങ് ഫ്യൂച്ചർ ജോബ് മാർക്കറ്റിൽ കാണുമെന്ന്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു വലിയ ന്യൂസായിരുന്നു. 2026 ക്വാർട്ടർലി ഇയർ 1 50,000 ജോബ്സ് അവർ ലേ ഓഫ് ചെയ്തു. അതായത് 52,000 പേരെ ടെക് കമ്പനീസ് ലേ ഓഫ് ചെയ്തു. ഓക്കെ, 52,000 പേരെ.
ടെക് കമ്പനീസ്, ടെക് ജോബ്സ്. ഓക്കെ, ആ കമ്പനികളിൽ മെറ്റയുണ്ട്, AWS ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട്. പക്ഷെ ഇവരൊന്നും പറയാത്ത കാര്യം എന്താണെന്നറിയോ? ഈ Q1 തന്നെ ഈ 52,000 ഡെവലപ്പർ ജോബ്സ് ലേ ഓഫ് ചെയ്ത Q1 തന്നെ 67,000 ഡെവലപ്പർ ജോബ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഡെവലപ്പർ ജോബ്സ്. നേരത്തെ ഞാൻ ഡെവലപ്പർ ജോബ്സ് എന്ന് പറഞ്ഞില്ലായിരുന്നു. ആ 50,000 ടെക് ജോബ്സ് എന്നാണ് പറഞ്ഞത്. അതായത് 50,000 ടെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ജോബ്സ്. അതിൽ ആപ്പുകൾ ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾ കാണും. ഓക്കെ, ആപ്പ് ടെസ്റ്റേഴ്സ് കാണും. അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതിൻ്റെ സെക്ടേഴ്സ് ഉണ്ടല്ലോ, ബഗ് ഹണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുണ്ട്. പിന്നെ ഡേറ്റ എൻട്രി ഉണ്ട്. കമ്പനീസിൻ്റെയൊക്കെ ഫിസിക്കലായിട്ടുള്ള ആർക്കൈവുകൾ ഡിജിറ്റലാക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ജോബ്സാണ് 50,000 റീപ്ലേസ് ആയത്. ഓക്കെ, അങ്ങനത്തെ ജോബ്സ് റീപ്ലേസ് ആവും. ഓക്കെ, നിങ്ങളുടെ കമ്പനിയിൽ ഒരു റിസർച്ചൊക്കെ നടത്തി ഒരു സ്പ്രെഡ്ഷീറ്റൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ ജോബ്സൊക്കെ റീപ്ലേസ് ആവും. അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ആവുകയും ചെയ്യും. എന്നാൽ ഡെവലപ്പർ ജോബ്സ് അങ്ങനല്ല. അതുകൊണ്ടാണ് ഈ 2026 Q1 എന്ത് സംഭവിച്ചത്? 52,000 ജോബ്സ് ഒരു സൈഡിൽ ലേ ഓഫ് ചെയ്യുകയും എന്നാൽ 67,000 ജോബ്സ് ഹയർ ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇവർക്ക് തലകൂടെ വണ്ടി ഓടുന്നുണ്ടോ? 52,000 പേരെ ഫയർ ചെയ്ത് കളയാനും 67,000 പേരെ വേണമെന്നും പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കാനും. അപ്പോൾ ഇതാണ് റിയാലിറ്റി. ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ഉണ്ട്, ഡെവലപ്പർ ജോബ്സ് അല്ല, അല്ലാത്ത കുറച്ച് ജോബ്സ് ഉണ്ട്. അവരെ എല്ലാം ഇവർ എന്ത് ചെയ്യുക? ലേ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇവർ 67,000 പേരെ ഡെവലപ്പർ ജോബ്സിനെ, അതായത് കമ്പനീസ് റിയലൈസ് ചെയ്യുകയാണ് ഈ പറഞ്ഞ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോബ്സിന് കൊടുക്കുന്ന സാലറി ഇവർക്ക് ഡെവലപ്പേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഔട്ട്കം കിട്ടുമെന്ന്. പക്ഷേ ഇത് പുറത്ത് മാർക്കറ്റിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? മീഡിയ ചെയ്യുന്നത് ഇതങ്ങ് AI ഹൈപ്പാക്കും. 52,000 പേരെ AI റീപ്ലേസ് ചെയ്തു എന്നങ്ങാക്കും. കമ്പനീസ് അത് ഏറ്റുപിടിക്കും. കാരണം എന്താ? കമ്പനീസിന് വേണ്ട എന്താ? ഇൻവെസ്റ്റർ മണി, YC ഫണ്ടിങ്, അല്ലെങ്കിൽ IPOയിൽ ഉള്ള ആ ഒരു മാർക്കറ്റ് വാല്യൂ കൂട്ടണം. അതാണ് കമ്പനീസിന് വേണ്ടത്. അവരെന്ത് ചെയ്യും? തന്നെ ഞങ്ങൾ AI വെച്ചിട്ട് കംപ്ലീറ്റ് ജോബ്സും റീപ്ലേസ് ചെയ്യുവാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേരെ ലേ ഓഫ് ചെയ്തതെന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ മാർക്കറ്റ് വാല്യൂ കൂടും ആൻഡ് ദേ ആർ ഹാപ്പി. ഓക്കെ, കമ്പനീസിന് അങ്ങനെ എപ്പോൾ വേണേലും കള്ളം പറയാം. കമ്പനീസിന് മുമ്പും കള്ളം പറഞ്ഞിട്ടുണ്ട്. ക്രിപ്റ്റോയുടെ സമയത്തൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങളിടുന്ന പോസ്റ്റ് നിങ്ങൾക്ക് NFT ആക്കായിരുന്നു, ഒരു നോൺ ഫഞ്ചബിൾ ടോക്കൺ ആക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഫീച്ചർ എന്ത് ചെയ്യും? ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. ഈ AI ഹൈപ്പൊക്കെ തീരുമ്പോൾ ആ ഫീച്ചർ എല്ലാം പോവും. ബിലീവ് മീ, അത് പോവും. പോയില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് 2040 2030 എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നതിന് ഫ്യൂച്ചറിൽ വന്ന് കമൻറ്റ് ചെയ്തോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഉള്ള ഒരു 80% AI ഫീച്ചേഴ്സ് കാണത്തില്ല. ഇത്തിരി അങ്ങും ഇങ്ങും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം ക്രിപ്റ്റോ ഹൈപ്പിൻ്റെ സമയത്ത് ഇവർ ക്രിപ്റ്റോയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒന്നുപോലും ഇൻസ്റ്റാഗ്രാമിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അവർ ഹൈപ്പിനനുസരിച്ച് മുന്നോട്ട് പോകും. എന്തിനാ? ഇൻവെസ്റ്റർ മണിക്ക് വേണ്ടി. ഇൻവെസ്റ്റേഴ്സ് ഡെവലപ്പേഴ്സ് അല്ല, അവർക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ അറിയില്ല. അവർക്ക് ഹൈപ്പ് എന്ന് പറയുന്നൊരു സംഭവം കണ്ടാൽ, അതായത് ഇൻഡസ്ട്രി ഫുള്ള് ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നത് കണ്ടാൽ അവരതിനകത്തോട്ട് പൈസ ഇടണം. അതുകൊണ്ട് ഇപ്പോൾ പ്രോട്ടോടൈപ്പോ എൻട്രി പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ ഈ പറഞ്ഞ വൈപ്പ് കോഡിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതുവഴി ജോബ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ഇതിലോട്ട് കൊണ്ടുവരുന്നതിലോ ഞാൻ തെറ്റ് പറയത്തില്ല. കാരണം അത് അവരുടെ ബിസിനസ്സാണ്. അവർക്ക് മാക്സിമം ആളുകളെ എന്ത് ചെയ്യുക? ജോലിക്ക് കയറ്റി വിടുക. കമ്പനീസ് ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അല്ലെ ഹൈപ്പ് ഇങ്ങനെയാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു നറേറ്റീവ് ഇടാനേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു AI ഹൈപ്പ് ഇതൊക്കെ നടക്കുന്ന സമയത്ത് പ്രോട്ടോടൈപ്പ് വന്നിട്ട് പറയാം വൈപ്പ് കോഡിങ് അല്ല കേട്ടോ ഫ്യൂച്ചർ, നിങ്ങൾ ആക്ച്വലി കോഡിങ് പഠിക്കണം കേട്ടോ, അതാണ് ഫ്യൂച്ചർ. നിങ്ങൾ ഫണ്ടമെൻറ്റൽസ് നല്ല രീതിയിൽ അറിയണം, ഫണ്ടമെൻറ്റൽസിനപ്പുറം നിങ്ങൾക്ക് എക്സ്പീരിയൻസും വേണം എന്നൊക്കെ പറഞ്ഞ് അവരൊരു വീഡിയോ ഇട്ടാൽ ഈ ഒരു ഹൈപ്പിൻ്റെ സമയത്ത് അവർക്ക് എത്രത്തോളം സ്റ്റുഡൻസിനെ കിട്ടും? അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവരവസരം മുതലാകത്തില്ലേ? അപ്പോൾ ആ ഒരു കാര്യമാണ് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ അങ്ങനെ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ നോക്കുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോവാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. എപ്പോഴും അവരുടെ ബിസിനസ് വളർത്താനേ നോക്കൂ, IPO വളർത്താനേ നോക്കൂ, അല്ലെങ്കിൽ YC വളർത്താനേ നോക്കൂ. അതിന് വലിയ കമ്പനി ആണെങ്കിലും ചെറിയ ബിസിനസ് ആണെങ്കിലും അതേ നോക്കൂ. ആൻഡ് അവർ ഹൈപ്പ് ഇറക്കുന്നുണ്ടെങ്കിൽ, അവർ ഹൈപ്പിനനുസരിച്ച് പോകുന്നുണ്ടെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ട ആരാ? നമ്മളാണ്. പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ ഇപ്പോൾ നല്ല രീതിയിൽ സ്കില്ല് കുറവുള്ള ആൾക്കാരാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഓണസ്റ്റ് കാര്യമാണ്. ഓക്കെ, ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, ഞാൻ കുറേ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ബട്ട് അവർക്ക് ഒരു ലാംഗ്വേജ് അറിയായിരിക്കും, അത് മേ ബി പൈത്തൺ ആയിരിക്കും, മോസ്റ്റ് ബിഗിനർ ലാംഗ്വേജ്. അത് പൈത്തൺ തന്നെ ഏറ്റവും ബേസിക് ആയിരിക്കും അറിയാവുന്നത്. ആൻഡ് അവരുടെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കിയാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണും, അതെല്ലാം വൈപ്പ് കോഡഡ് ആയിരിക്കും. അത് മാത്രമല്ല, അവരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ ഞാൻ ഡെയിലി 10K ടോക്കൺ ബേൺ ചെയ്യുന്നുണ്ട്,
എന്നൊക്കെ അവരിങ്ങനെ ചുമ്മാ അങ്ങ് ഫ്ലെക്സ് ചെയ്യുവാണ്. അതായത് അവർ AI ഒരുപാട് ക്യാഷ് ചിലവാക്കുന്നുണ്ട്. അല്ലെ ഞാൻ $200 പെർ മന്തുള്ള ക്ലോഡ് കോഡിൻ്റെ പ്ലാൻ എടുത്തിരിക്കുന്ന ആളാണെന്നൊക്കെ അങ്ങ് ഫ്ലെക്സ് ചെയ്യുവാണ്. അങ്ങനത്തെ രീതിയിലോട്ടാണ് പോകുന്നത്. അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി ഞാനൊരു ചെറിയൊരു സ്റ്റോറിയിൽ പറഞ്ഞുതരാം. അതായത് ഒരു നാട്ടിൽ നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നല്ല നല്ല ഫോട്ടോസ് എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നാട്ടിൽ പുതിയൊരു ക്യാമറ വരുവാണ്. ഈ പുതിയ ക്യാമറയുടെ ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, ആ ക്യാമറനെ എല്ലാം സെറ്റ് ചെയ്ത് തരും. ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഹാപ്പി. അവർ നോക്കുമ്പോൾ എന്താ, അവർക്ക് ലൈറ്റിംഗ് നോക്കണ്ട, ഒന്നും നോക്കണ്ട, ക്യാമറ എടുക്കുക, പോയിന്റ് ആൻഡ് ഷൂട്ട്, ഫോട്ടോഗ്രാഫി കഴിഞ്ഞു, അവരുടെ പണി എളുപ്പമായി. ബട്ട് ജനറൽ പബ്ലിക് നോക്കിയപ്പോൾ എന്താ, ഓ ഇത് ഫോട്ടോഗ്രാഫി എളുപ്പമാക്കുവാണല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമറ വാങ്ങിച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുത്തു തുടങ്ങാം. അങ്ങനെ ആ ഒരു നാട്ടിൽ ഒരു ഹൈപ്പ് വന്നു, ഫോട്ടോഗ്രാഫേഴ്സ് ആർ ഗോയിങ് ടു ബി റീപ്ലേസ്ഡ്. ഇങ്ങനെ നൈവായിട്ട് ക്യാമറ വാങ്ങിച്ച് ചുമ്മാ ഫോട്ടോ എടുത്ത് കിടക്കുന്നവരാണ് ഇനി ഫ്യൂച്ചർ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഒരാൾ പറയാം, ഞാൻ ഡെയിലി 1000 ഫോട്ടോസ് എടുക്കും ഈ ക്യാമറ വെച്ചിട്ട്. അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് എന്താ, ബാക്കിയുള്ളവർ അങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്, നൈവായിട്ടുള്ള ആൾക്കാരാണ്. അവർ പറയും, ഓ കൊള്ളാം, അവൻ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവാണ്, അവൻ ഡെയിലി 1000 ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ 1000 ഫോട്ടോസിൽ 99% കൊള്ളാത്ത ഫോട്ടോസ് ആണെങ്കിലും അവർ പറയും അവ എടുക്കുന്ന കിടിലം ഫോട്ടോസാണ്. സെയിം കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ബെറ്റർ ക്യാമറ വന്നതുപോലെ AI വന്നു. AI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എളുപ്പമാക്കിയപ്പോൾ എല്ലാവരും വിചാരിച്ച് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അങ്ങ് എളുപ്പമാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്പാടെ എളുപ്പമാണെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് 1000 ലൈൻ കോഡ് എഴുതി, അല്ലെ ഞാൻ ഇന്നൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു, ഞാൻ ഇന്ന് അങ്ങനെ ഉണ്ടാക്കി, ഞാൻ ഡെയിലി 10 ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യും, എനിക്ക് 2 ക്ലോഡ് കോഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, എനിക്ക് ഒരുപാട് ടോക്കൺസ് ഞാൻ മന്ത്ലി ബേൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ അങ്ങ് ഫ്ലെക്സ് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. കോഡിങ് അറിയാത്ത അല്ലെ കോഡിങ് കുറച്ചറിയാവുന്ന ബിഗിനേഴ്സൊക്കെ ഈ ഒരു ട്രാപ്പിൽ വീണ് വൈപ്പ് കോഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ഒരു ഹൈപ്പൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് ഇവർക്കെല്ലാം പണി കിട്ടാൻ പോകുന്നത്. ഇത് തീരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പറയട്ടെ. മെയ് 7 ക്ലൗഡ്ഫ്ലെയർ അവരുടെ റെക്കോർഡ് റവന്യൂ മാർക്ക് ചെയ്തു. ഓക്കെ, അവർ $640 മില്യൺ ഒരു ക്വാർട്ടറിൽ ഉണ്ടാക്കിയത്. ആ ക്വാർട്ടർലി റവന്യൂവിൽ റെക്കോർഡായിരുന്നു അവർ. ഓക്കെ, അവർ ആ കമ്പനി തുടങ്ങിയത് പിന്നെ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നത് ഈ ക്വാർട്ടറിലാണ്. അങ്ങനെ നിൽക്കുന്ന സമയം പിറ്റേ ദിവസം അവരെന്താ ചെയ്തതെന്നറിയാവോ, അവരെ കമ്പനിയിലെ 20% വർക്ക് ലോഡ് അവരെന്ത് ചെയ്തു, ലേ ഓഫ് ചെയ്തു. 1100 ജോബ്സ് 1100 ജോബ്സ് അവർ ഓവർനൈറ്റ് ലേ ഓഫ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവർ പബ്ലിക്കലി അനൗൺസ് ചെയ്തു, ഞങ്ങളുടെ കമ്പനിയിൽ 6 ഇരട്ടി AI ഏജൻസിൻ്റെ വർക്ക് ലോഡ് വന്നിട്ടുണ്ട് വെറും 3 മാസത്തിൽ ഞങ്ങളുടെ AI യൂസേജ് 6 ഇരട്ടിയായിട്ട് കൂടി എന്ന കമ്പനി പബ്ലിക്കലി അനൗൺസ് ചെയ്യുവാണ്. ഓക്കെ, സാധാരണ അങ്ങനത്തെ ഒരു ലേ ഓഫും ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റും വരുമ്പോൾ എന്താ സംഭവിക്കാറ്, ഇൻവെസ്റ്റേഴ്സ് എല്ലാം ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഹൈപ്പിനനുസരിച്ച് മുന്നോട്ട് പോകും, ആൻഡ് ആ കമ്പനിയുടെ സ്റ്റോക്സ് കൂടും. ക്ലൗഡ്ഫ്ലെയറും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്, അതിന് വേണ്ടി തന്നെയാണ് ലേ ഓഫ് ചെയ്തത്. പക്ഷെ സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ക്ലൗഡ്ഫ്ലെയറിൻ്റെ സ്റ്റോക്ക് 25% കുറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അതായത് സ്റ്റോക്ക് കൂടിയില്ല, അതിന് പകരം സ്റ്റോക്ക് നല്ല രീതിയിൽ കുറഞ്ഞു. അവർ ഇത്രയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് റവന്യൂ ഉണ്ടാക്കിയിട്ടും ഈ AI ഏജൻസി വെച്ച് അവർ ഓട്ടോമേറ്റ് ചെയ്യുവാണ് എന്നുള്ളൊരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ക്ലൗഡ്ഫ്ലെയറിൻ്റെ സ്റ്റോക്ക് കുറയുക. അപ്പോൾ ക്ലൗഡ്ഫ്ലെയറുകാർ ചിന്തിച്ചിട്ട് മെറ്റ ലേ ഓഫ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് സ്റ്റോക്സ് കൂടി, AWS ചെയ്തപ്പോൾ സ്റ്റോക്സ് കൂടി, മൈക്രോസോഫ്റ്റ് ചെയ്തപ്പോൾ സ്റ്റോക്സ് കൂടി, ഞങ്ങൾ ചെയ്തപ്പോൾ എന്താ സ്റ്റോക്സ് കൂടാത്തെ? കാരണം നമ്മൾ 2026 Q2 കയറാൻ പോവാം. ഓക്കെ, ഓരോ ക്വാർട്ടർലി ഫൈനാൻഷ്യൽ ഇയറിലും AI ഹൈപ്പ് കുറഞ്ഞു വരിക. ഓക്കെ, അടുത്ത വർഷം ഈ ഒരു AI ഹൈപ്പും ബബിളും ഒക്കെ പൊട്ടുമായിരിക്കും. ഇങ്ങനെയാണ് ഇൻഡസ്ട്രി പോകുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നാണെങ്കിലും ഇനിയൊരു 2 to 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഹൈപ്പ് പൊട്ടുമ്പോൾ ടോക്കൺസിൻ്റെയൊക്കെ റിയൽ പ്രൈസ് വെളിയിൽ വരും. ഞാൻ ഈ പറയുന്ന വേർഡ്സ് മാർക്ക് ചെയ്ത് വെച്ചോ, ടോക്കൺസിൻ്റെയൊക്കെ റിയൽ പ്രൈസ് വെളിയിൽ വരും. ഈ $200 മാസം കൊടുക്കുന്ന കണക്കൊന്നും അല്ല. ഓക്കെ, അതിനേക്കാളും വലിയ എമൗണ്ട് ടോക്കൺസിന് ചോദിക്കുന്ന അവസ്ഥ വരും. ആൻഡ് അപ്പോഴും AI ഉണ്ടാകുന്നത് വെറും സ്ലോപ്പായിട്ടുള്ള കോഡായിരിക്കും. ആൻഡ് കമ്പനീസ് എന്ത് ചെയ്യും, റിയാലിറ്റി റിയലൈസ് ചെയ്യും. ആൻഡ് AI ഹൈപ്പിൻ്റെ പുറകെ പോയി ഇതേപോലത്തെ വൈപ്പ് കോഡേഴ്സിനെയും അവരെയൊക്കെ ഹയർ ചെയ്ത, അല്ലെങ്കിൽ AI 99% ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ എന്ത് ചെയ്യും, കമ്പനീസ് ഒന്നും കൂടെ ലേ ഓഫ് ചെയ്യും. എന്നിട്ട് റിയൽ ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ എടുക്കും. അവിടെ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ വൈപ്പ് കോഡിംഗ് ഒക്കെ പഠിച്ച് AI ഒക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്തോളം നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇത്രയും ഇയർ, ഒരു 1 or 2 ഇയർ നിങ്ങൾ വൈപ്പ് കോഡിങ്ങിന് സ്പെൻഡ് ചെയ്യുക.
എന്നിട്ട് 1 or 2 ഇയർ കഴിഞ്ഞിട്ട് വൈബ് കോഡിങ്ങിൻ്റെ ഹൈപ്പ് എല്ലാം കഴിഞ്ഞ് കമ്പനീസ് ഇങ്ങനെ ഹയർ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. എന്ത് പരിതാപകരമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കേ. നിങ്ങൾക്ക് ഒരു കോഡും അറിയത്തില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും എഴുതാൻ അറിയത്തില്ല. ഇനി AI വെച്ച് അതൊക്കെ ഉണ്ടാക്കിയൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ AIക്കാണെങ്കിൽ മാനത്തെ വിലയും. ആ മാനത്തെ വിലയിലുള്ള സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാലറി ഇല്ല. എന്ത് പരിതാപകരമായിരിക്കും. അപ്പോൾ ആ അവസ്ഥയിലെത്തും കാര്യങ്ങൾ. ഇൻഡസ്ട്രിയിൽ സ്കില്ലിന് വേണ്ടിയുള്ള ഡിമാൻഡ് കൂടും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഞാൻ വൈബ് കോഡ് ചെയ്തുണ്ടാക്കുന്ന എൻ്റെ പ്രൊജക്ട്സ് ഒന്നും ഞാൻ എൻ്റെ റെസ്യൂമേലും ഇടാറില്ല, ഗിറ്റ്ഹബിലും ഇടാറില്ല, എങ്ങും ഇടാറില്ല. ഇപ്പോൾ മനസ്സിലായി റീസൺ. ഇപ്പോൾ മനസ്സിലായല്ലോ. ഞാൻ എൻ്റെ സ്കിൽസ് ഇപ്പോഴും ബിൽഡ് ചെയ്യണം. പുതിയ ലാംഗ്വേജസും ഫ്രെയിം വർക്ക്സും ഇപ്പോഴും ട്രൈ ഔട്ട് ചെയ്യണം. ഓക്കെ, AI എൻ്റെ ഒരു പെയർ പ്രോഗ്രാമറായിട്ട്, അതായത് എൻ്റെ ഒരു പ്രോഗ്രാമർ ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരൻ കോഡൊക്കെ നല്ല അറിയാവുന്ന ആളാണ്. പുള്ളി അടുത്ത് വന്നിട്ട് ഞാൻ കോഡ് ചെയ്യുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു റോളിലേ ഞാൻ AIനെ കണ്ടിട്ടുള്ളൂ, അങ്ങനെ കാണാൻ ഉദ്ദേശമുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു ടേക്ക്. ഓക്കെ, എൻ്റെ ഒരു കംപ്ലീറ്റ് എൻ്റയർ AIനെ കുറിച്ചുള്ള ഒരു ടേക്ക് അതാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കിയ നമ്മളുടെ പുള്ളിയുടെ പേരെന്താണ്, ജാർനെ സ്ട്രൗസ്ട്രോപ്പ്. ഓക്കെ, അങ്ങനെയാണോ പുള്ളിയുടെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, സോറി. പക്ഷേ പുള്ളി പറഞ്ഞ എന്താണെന്ന് നമുക്ക് നോക്കാം. Code will still be written by humans, and they will use abstraction. The examples I've seen of attempts for AI to generate code in this domain has not been successful. They generate more bugs, more security holes. They have bloated code, which pessimizes again because you use more memory. And it's hard to validate. And the senior developers that would be needed to validate it, I've seen some of them starting to retire because they don't want to deal with the validation of something that changes every time you make a change in your code, in your prompts. അപ്പോൾ പുള്ളി പറയുന്നതനുസരിച്ച് സീനിയർ ഡെവലപ്പേഴ്സിന് കാര്യങ്ങളൊക്കെ അറിയാം, ആൻഡ് അവർ ഓൾറെഡി റിട്ടയർ ആവുകയാണ്. കാരണം അവർക്ക് വേണ്ട ക്യാഷ് കിട്ടി. അവർക്ക് റിട്ടയർ ആവാനുള്ള ആ ഒരു ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാ കമ്പനിയിൽ നിന്ന് ഈ ഒരു ഇത്ര ഇയേഴ്സിൽ നിന്ന് കിട്ടി. ആൻഡ് അവർ റിട്ടയർ ആവാനുള്ള പ്ലാനിലാണ്. കാരണം AI ഉണ്ടാക്കിയ സ്ലോപ്പ് അവർക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് നല്ലൊരു ലൈഫ് വേണം. അതുകൊണ്ട് അവർ റിട്ടയർ ആവുമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. പുള്ളിയുടെ ഫുൾ പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അടിപൊളി പോഡ്കാസ്റ്റാണ്. പുള്ളി എടുത്ത ടേക്കുകളൊക്കെ ഈ വീഡിയോയിൽ ഇൻസ്പിറേഷനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു എൻ്റയർ ടേക്ക്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ വൈബ് കോഡ് ചെയ്യുന്നുണ്ടെന്നും ഞാൻ AI സ്കെപ്റ്റിക് അല്ല എന്നുള്ളതും, ആൻഡ് ഈ ഒരു ജോബ് മാർക്കറ്റിൻ്റെ റിയാലിറ്റി വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, ഒരു പുതിയ പ്രോഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് പോകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോയിൽ ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആൻഡ് യെസ്, വൈബ് കോഡിങ് യൂസ് ചെയ്യരുത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുവാണെങ്കിൽ അത് അപ്പോൾ സോൾവ് ചെയ്യാൻ വൈബ് കോഡിങ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ബസ് ഏജൻസി നടത്തുന്ന ആളാണെന്ന് ഞാനെന്നിരിക്കട്ടെ. എൻ്റെ കയ്യിൽ ഒരു 5-6 ബസ്സുണ്ട്. ഈ 5-6 ബസ് ഒരു സ്കൂളിന് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ടൂറ് പോയി കഴിഞ്ഞാൽ ഇത് പല വഴിയായിരിക്കും പോകുന്നത്. ഒരു ബസ് ഫ്രണ്ടിലായിരിക്കും, ഒരു ബസ് ഒരുപാട് ബാക്കിലായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ എല്ലാ ബസ്സിനെയും ലൈവായിട്ട് മാപ്പിൽ ട്രാക്ക് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ വൈബ് കോഡ് ഇതുണ്ടാക്കാം. അത് പക്ഷേ ഞാൻ SaaS ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണ്, ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞിരുന്ന് പബ്ലിക്കലി റിലീസ് ചെയ്യാതിരുന്നാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് യൂസ് ചെയ്യുക. വർക്കാവുന്നെങ്കിൽ വർക്കാവട്ടെ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുക. അതുപോലെ വഴി കാണുന്ന, അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിൽ കാണുന്ന നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ്, അതായത് ആളുകളെ നിർത്തി കഴിപ്പിക്കാൻ പറ്റുന്ന നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ആ ഒരു ആപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആക്കാം. ഓക്കെ, ഇങ്ങനത്തെ ഐഡിയാസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വൈബ് കോഡിങ് യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ AI യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. പക്ഷേ ഒരു പ്രൊഫഷണൽ വർക്കിലോട്ട് പോകുമ്പോൾ എല്ലാ AI ചെയ്യും, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതി വെക്കരുത്. ഓക്കെ, അങ്ങനെയല്ല ഫ്യൂച്ചർ. ഇതിനെല്ലാത്തിനും പുറമെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ AI മോഡൽസ് കംപ്ലീറ്റും ടോക്കൺ പ്രഡിക്ഷൻ സിസ്റ്റംസ് ആണ്. അടുത്ത വേർഡ് പ്രഡിക്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ആണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതിന് ചിന്തിക്കാൻ ബുദ്ധിയില്ല, അതുപോലെ അത് ലോജിക്കൽ മൈൻഡ് ഉണ്ടാക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കിയ, ഇത്രയും കാലം ഉണ്ടാക്കിയ ഡേറ്റ ട്രെയിൻ ചെയ്ത് അതിലെ പാറ്റേൺസ് മനസ്സിലാക്കി അടുത്ത വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹ്യൂമൻസ് ഉണ്ടാക്കിയ ആ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളും അത് പാറ്റേൺ വഴി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഹൈപ്പിലോട്ട് വീണ് പോകരുത്. ഇനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഒരു ഹൈപ്പും AIയും കാര്യങ്ങളൊക്കെ ഒരു 20 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ റസ്റ്റ് നമുക്ക് കിട്ടത്തില്ലായിരുന്നു, ബൺ.js നമുക്ക് കിട്ടത്തില്ലായിരുന്നു, ചിലപ്പോൾ Node.js നമുക്ക് കിട്ടത്തില്ലായിരുന്നു. കാരണം അങ്ങനത്തെ
പുതിയ പാറ്റേൺ ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ റസ്റ്റും ബൺജേഴ്സൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചാലേ പറ്റൂ. അല്ലാതെ ഒരു AI പഴയ പാറ്റേണിൽ നിന്ന് അത് എമർജ് ചെയ്ത് ഉണ്ടാക്കത്തില്ല, ഒരിക്കലും ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ എയുടെ ഏതോ മോഡൽ ഏതോ മാത്ത് പ്രോബ്ലം പുതിയതായിട്ട് സോൾവ് ചെയ്തു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഗിമിക്കാണ്, അത് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഓക്കെ, അത് പച്ച ഗിമിക്കാണ്, അതിൻ്റെ പുറകെ പോകരുത്. പിന്നെ മിത്തോസ് ക്ലോഡ് അത് സോൾവ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഗിമിക്കാണ്. ആൻഡ് അതൊക്കെ കാണേണ്ടവർക്ക് കാണാൻ എൻ്റെ ചാനലിലുണ്ട്. ആൻഡ് യെസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. വൈബ് കോഡിങ് ഈസ് നോട്ട് ദ ഫ്യൂച്ചർ, ബട്ട് വൈബ് കോഡിങ് ഈസ് വെരി യൂസ്ഫുൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.